ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശയ്ക്കും ഒപ്പം ഇഡ്ഡലിക്കും ഒപ്പം ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടുമ്പോൾ ഓരോന്നായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് ഉള്ളി ഇടാണ്. അപ്പോൾ ഉള്ളിയൊന്നും ഇപ്പോൾ കറിക്ക് ഇടാൻ മുതലാവില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു 10 ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒരു 2 കേട്ടോ എടുത്തത്. അപ്പോൾ 2 ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഉള്ളിയും വറ്റൽമുളകും നമ്മൾ ജാറിലേക്ക് ഇട്ടതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ തക്കാളി കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാനൊരു 2 തവണയായിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻ പേസ്റ്റൊന്നും ആയില്ലെങ്കിൽ അത്യാവശ്യം പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂണോളം കടുകാണ് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് ചേർത്ത് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂണോളം കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ചട്നിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 4-5 വെളുത്തുള്ളി അരിയൊന്നും വേണമെന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അത് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിയട്ടെ. അപ്പോൾ മൊരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തക്കാളിയുടെ പേസ്റ്റില്ലേ അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി, അപ്പോൾ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി ആ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വരട്ടെ. അപ്പോൾ അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളെല്ലാം പച്ചക്കല്ലേ അരച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറണം. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചട്നി ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വലിയ പരിപാടിയൊന്നുമില്ല. നമ്മളുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും ഒപ്പം തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എന്താ പറയുക സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.